എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ യുദ്ധം വളരെ താൽക്കാലികമായിട്ട് നിർത്തിയതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. യുദ്ധം കംപ്ലീറ്റ്ലി നിർത്തിയെന്നല്ല, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസിൽ ഒരു 3% ഒരു ഫോള് കണ്ടു. അതിനെ തുടർന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഏഷ്യൻ മാർക്കറ്റുകളും ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുണ്ട്. കാരണം യുദ്ധമാണ്, നമുക്കറിയില്ല എപ്പോൾ വേണമെങ്കിലും ടേൺ അടിക്കാം. പക്ഷേ ആസ് ഓഫ് നൗ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും എക്സിൽ ക്ലോസിംഗ് ആയിരുന്നു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നാസ്ഡാക്ക് ഫ്യൂച്ചർ കാണാം, ഡോ ഫ്യൂച്ചർ കാണാം, ഫ്യൂച്ചറാണത്, ഗിഫ്റ്റ് നിഫ്റ്റി കാണാം. ഇത് മൂന്നും ഫ്യൂച്ചറാണ്, ഇതെല്ലാം പോസിറ്റീവാണ്. കൂടാതെ തന്നെ ഈ നമ്മളുടെ ബ്രന്റ് ഓയിൽ 4% ഫോൾ ചെയ്ത് 87 ആയിട്ടുണ്ട്. ബിറ്റ് കോയിനും സിൽവറും ഗോൾഡും എല്ലാം തന്നെ സ്പൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 4%, വിപ്രോ 5%-ൻ്റെയും ഒരു സ്പൈക്ക് റാലിയും രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ADR കമ്പനീസിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ അല്ല US ഫ്യൂച്ചറും ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവാണെന്നുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും കോൾ ഇന്ത്യ, BL, ടാറ്റ പവർ, ടാറ്റ കെമിക്കൽ, കാനറ ബാങ്ക്, ഇൻഡസ് ടവർ, കോഫോർജ്, ഹഡ്കോ, ഗോഡ്ഫ്രൈ ഫിലിപ്സ്, ഹോം ഫസ്റ്റ് ഫിനാൻസ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്, തേജസ് നെറ്റ്വർക്ക് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതുപോലെ കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സാധിക്കും. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 72% ഒരു ഫോൾ ഉണ്ടായി 1278 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. NTPC ആവട്ടെ ഈ തവണ നെറ്റ് പ്രോഫിറ്റിൽ 11% വർധന രേഖപ്പെടുത്തി 5342 കോടി രൂപ കരസ്ഥമാക്കി 4774 കോടി രൂപയിൽ നിന്നാണ് വർധനവ് രേഖപ്പെടുത്തിയത്. SBI കാർഡ് നെറ്റ് പ്രോഫിറ്റ് അവർ 664 കോടി രൂപ വർദ്ധിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. 19% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി 664 കോടി രൂപ കിട്ടി. ലോധ ഡെവലപ്പേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 674 നിന്ന് 1372 ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഡബിളായി നെറ്റ് പ്രോഫിറ്റ്. കേഫിൻ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2.6% ഡിക്ലൈൻ ആയിട്ടുണ്ട്, എന്നാൽ റവന്യൂ 30% സ്പൈക്ക് ചെയ്തു. ജിൻഡാൽ സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 43% ഡിക്ലൈനായി. ടാറ്റ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 27% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കോൺകോർ നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഡിവിഡൻഡ് ₹1.60 ഡിക്ലെയർ ചെയ്തു. REC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഡിക്ലൈൻ ചെയ്തു. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 36% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തു. DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 35% ഇൻക്രീസ് ചെയ്തു. ഒമാക്സ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 7 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് ഉയർന്നു. ക്രെഡിറ്റ് ആക്സിസ് കമ്പനി 60 കോടി രൂപയിൽ നിന്ന് 493 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സെയിൽ 740 നിന്ന് 1640 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ളതാണ് ന്യൂസുകൾ. അതുപോലെ തന്നെ FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS ഈ ഒരു മാസം ജൂലൈ മാസം 11,729 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. സെല്ലേഴ്സാണ് അവർ ഈ ഒരു മാസം ഉള്ളത്. അപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈയിങ് ആക്ടിവിറ്റി, ബൈയിങ് പ്രഷർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, ചെക്ക് ചെയ്യാം. താങ്ക് യു ഓൾ.